Okay, the first problem. How many NOR gates are required to implement the given function? S is equal to P or QR whole bar plus Q bar P. Okay, this was the question. So it's asked in just 2017, and in that question they are asking how many NOR gates required to implement the given function. എത്ര NOR gate വേണമെന്നാണ് ഈ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, given inputs are P, Q and R. Output is S is the output. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഏറ്റവും മിനിമൈസ് ചെയ്യുക, എന്നിട്ട് മിനിമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഗേറ്റ് വേണമെന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്, 1, 2, 3, 4 എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓപ്ഷൻസ് ഞാൻ എഴുതുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് ആൻസറിലേക്ക് നോക്കാം ഏതാണ്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യു ആർ ജസ്റ്റ് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ മതി. Q bar P whole bar. Okay. So ഫസ്റ്റിനകത്ത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുക. സോ P or Q R the double bar dot Q bar B the double bar. Okay, so A or B the whole bar is equal to A bar and B bar എന്ന് പറയുന്ന ഡിമോർഗൻസ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുക. So this is simply P or QR Q bar P. Okay. Then just apply distributive law, then we will get P P Q bar Q R Q bar P. Okay, so Q bar time will cancel. P and P is P. This is simply P cube. So this is the minimized form of the given function. So how many NOR gates required to implement this function? എത്ര NOR gate വേണം? ഇത് NOR ഗേറ്റിന്റെ ഫോമിലല്ല തന്നിരിക്കുന്നത്, AND ഗേറ്റിന്റെ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ given form is നമ്മൾ NOR ഗേറ്റിന്റെ ഫോമിലേക്ക് ആക്കണം. S double bar is S, so just given P Q bar double bar, that is P bar or Q double bar, this form. So this is simply P bar or Q bar. Okay, so how many NOR gates are required to implement? So if we have P is there, so I have to make it P bar by a single NOR gate, and we have Q is there, so given to a NOR gate we will get P bar or Q whole bar. So you will get the answer is 2. You will have 2 NOR gate is required to implement that function, this function. Okay, so this is a way to solve these types of problem.
നമുക്ക് ഡിമോർഗൻസ് ലോ അറിയാം. അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആ മെത്തേഡിലേക്ക് ഇപ്പോൾ നോർ ഗേറ്റ് ആണ്, എത്ര നോർ ഗേറ്റ് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഗിവൺ നമ്മൾ സോൾവ് ചെയ്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർ ഗേറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റണം. എല്ലാ ഫംഗ്ഷൻ നോർ ഗേറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, നാൻ ഗേറ്റ് ആണ് വേണ്ടതെങ്കിൽ നാൻ ഗേറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റണം. എ ആൻഡ് ബി ദ ഹോൾ ബാർ എന്ന ഫോമിലേക്ക് മാറ്റണം. നോർ ഗേറ്റ് ആണെങ്കിൽ എ ഓർ ബി ദ ഹോൾ ബാർ എന്ന ടേമിലേക്ക് മാറ്റണം. ഓക്കെ, this question was asked in GATE 2006. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് ഞാൻ ഈ തരുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. ഫൈൻഡ് ഔട്ട്പുട്ട് y. So NAND gate. This is y and here it is b. You have to find what is y and options തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ഓപ്ഷൻ. ഞാൻ ഓപ്ഷൻസ് എഴുതുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? Consider this is x1, this is x2. So the x1 is a bar or b, and the x2 is simply a or b, and y is simply x1 x2 the whole complement, that is a bar b. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഈ സ്റ്റെപ്പുകളൊക്കെ അറിയാം എന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നത്. ഓക്കെ, so just apply De Morgan's law in this problem. You will get a bar b whole bar just again apply De Morgan's law. Okay, so simply this will be a b bar a bar b bar. In this time b bar is common, a or a bar is there, so the answer is b bar. Okay, fine, got it. ഇതുപോലത്തെ ഒത്തിരി പ്രോബ്ലംസ് ഈ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെയും ജസ്റ്റിൻ്റെയും ജാമിൻ്റെയും ഒക്കെ കാണാം. നിങ്ങൾക്ക് തന്ന സ്റ്റഡി മെറ്റീരിയലിൽ, നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ വൺ മോർ കൺസെപ്റ്റോടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ പ്രോബ്ലംസ് വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് റിയലൈസേഷൻ ഓഫ് ലോജിക്കൽ ഗേറ്റ്സ് യൂസിങ് ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇത്ര നേരം പഠിച്ചത് ലോജിക്കൽ സർക്യൂട്ട്സിനെ കുറിച്ചായിരുന്നു. അതിനകത്ത് ഡിജിറ്റൽ ലോജിക് 1 ലോജിക് 0 ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നാണ്, ഈ സർക്യൂട്ടുകൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, സോ റിയലൈസേഷൻ ഓഫ് logic
gates using transistor and diode. Okay. So ഇത് പറയുമ്പം സത്യത്തിൽ ബേസിക് ഇലക്ട്രോണിക്സ് ഡിവൈസ് പറഞ്ഞിട്ടായിരുന്നു ഇത് പറയേണ്ടത്. ബട്ട് ഇതിനകത്ത് രണ്ട് ബേസിക് കൺസെപ്റ്റുകളാണ് പറയുന്നുള്ളൂ. ഇപ്പോൾ ഡയോഡ് ഫോർവേഡ് നമുക്കറിയാം ഡയോഡ് ഫോർവേഡ് ബയാസ് ഉണ്ട്, റിവേഴ്സ് ബയാസ് ഉണ്ട്. ഫോർവേഡ് ബയാസിൽ ഇത് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. സോ ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് ആക്ട് ആസ് എൻ ഓപ്പൺ ക്ലോസ്ഡ് സ്വിച്ച്, ഇൻ റിവേഴ്സ് ബയാസ് ഇറ്റ് ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. ഓക്കെ, സോ അത് ഐഡിയൽ ഡയോഡിൻ്റെ കേസിലാണ്. പ്രാക്ടിക്കൽ ഡയോഡിൽ ദർ വിൽ ബി എ കട്ട് ഓഫ് വോൾട്ടേജ്, അത് നമ്മൾ എടുക്കുന്നില്ല. ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ ഫോർവേഡ് ബയാസ് it will be act as a closed switch. Okay, reverse bias it will be act as a open switch. Okay, so എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയോഡിൻ്റെ പടം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, so consider this is a diode, this is anode and this is cathode. So here it is positive, here it is negative. The diode will be act as a closed switch. Okay, so a current will flow without any problem, and here it is negative, here it is positive. It will be act as a open switch. So that means no current will be flow through the circuit. So this is the basic concept of diode. അപ്പോൾ ഒരു ഐഡിയൽ ഡയോഡിൻ്റെ കേസിനകത്ത് ഫോർവേഡ് ബയാസ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്, ലാർജ് കറണ്ട് വിൽ ഫ്ലോ, ആൻഡ് ഇൻ റിവേഴ്സ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്, ദർ വിൽ ബി നോ കറണ്ട്. സോ ദാറ്റ്സ് വൈ ദ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെക്ടിഫയർ. ഓക്കെ, നമ്മൾ ഡയോഡ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അത്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഡയോഡ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ യൂണി ഡയറക്ഷൻ കറണ്ട് മാത്രമാണ് അത് അതിലൂടെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ അബൌട്ട് ദി ട്രാൻസിസ്റ്റർ 3 regions of operation ആണുള്ളത്. One is active region. സത്യത്തിൽ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ലീനിയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ലീനിയർ ഓപ്പറേഷൻ. ഓക്കെ, ലീനിയർ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന ഓപ്പറേഷനാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അതായത് ആംപ്ലിഫിക്കേഷൻ പർപ്പസ്, ആംപ്ലിഫിക്കേഷൻ ഈസ് എ ലീനിയർ പ്രോസസ്. സോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് റീജിയനിലാക്കണം. ഓക്കെ, എങ്ങനെയാണ് ആക്റ്റീവ് റീജിയനിലാക്കണതെന്നൊക്കെ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് റീജിയനിൽ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ബട്ട് ഇൻ റിയലൈസേഷൻ ഓഫ് ദിസ് ഡിജിറ്റൽ സർക്യൂട്ട് വി വിൽ യൂസ് other two region. One is saturation region. In saturation region, the transistor act as a closed switch. അപ്പോൾ ഇതൊക്കെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ആണ്. സ്വിച്ചിങ് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, then we can have cut off region that is act as a open switch. ലൈക്ക് ഡയോഡ് ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലാണെങ്കിലും ഇങ്ങനെ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ these two regions are used to implement the logical gates. Okay, ഡിജിറ്റൽ സർക്യൂട്ട്സ് റിയലൈസ് ചെയ്യാനായിട്ട് ഈ രണ്ട് റീജിയൻ ഓഫ് ഓപ്പറേഷനാണ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് റീജിയൻ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയും ജനറൽ ഐഡിയ ആണ്. അപ്പം ഡയോഡിൻ്റെ കേസിൽ ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ സാച്ചുറേഷൻ റീജിയനിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടും കട്ട് ഓഫ് റീജിയനിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദിസ്. Okay, this is base, this is collector, this is emitter. When it is in a saturation region, it will be act as a closed switch. Okay, a large current will be
flowing through this between collector and emitter. Collector and emitter, അപ്പം ഈ ബേസ് റീജിയനിൽ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ബേസ് റീജിയനിൽ ഒരു വളരെ വലിയ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ, ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ ബേസ് റീജിയനിൽ ഒരു പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ, വളരെ വലിയൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ എ ലാർജ് കറണ്ട് വിൽ ബി ഫ്ലോ ത്രൂ ദി കളക്ടർ ആൻഡ് എമിറ്റർ. എമിറ്ററിലൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഇന്ന് കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിൽ ഒരു 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് ഓൾസോ NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ NPN ട്രാൻസിസ്റ്റർ പോസിറ്റീവ് അല്ലെങ്കിൽ 0 വോൾട്ടേജോ അല്ലെങ്കിൽ ഓർ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. There will be no current flowing between collector and emitter. Okay, clear? So this is the way to act as a closed and open switch. അപ്പോൾ saturation region it will be act as a closed switch. That means if there is apply a positive potential here, if you apply a positive potential here, a large current flow between collector and emitter. When it is in cutoff region, that means base is 0 or negative voltage, then it's in cutoff region, then it will be act as a open switch. There will be no current, it will be act as a open switch, so no current is flowing between collector and emitter. So this is the basic concept of this transistor. Okay, അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയിരുന്നു ഡിജിറ്റൽ സർക്യൂട്ടിൽ ലോജിക് 1 എന്ന് പറയുന്ന ലോജിക് 1 ഈസ് +5 വോൾട്ടേജ് ആയിട്ടാണ് ജനറലി ഇൻ പോസിറ്റീവ് കൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ലോജിക് 0 ഈസ് ഗ്രൗണ്ട് വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു കൺസെപ്റ്റോടെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഓക്കെ, ഫൈൻ. ഇനി എങ്ങനെയാണ് ഒരു നോട്ട് ഗേറ്റ് റിയലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നോട്ട് ഗേറ്റ് ഓർ ഇൻവെർട്ടർ റിയലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ this is RB, ബേസിലേക്കുള്ള റെസിസ്റ്റർ. This is V in, this is my V out. So I just taken the output from V out and given the input in base, V in base, and this is plus VCC, that is can +5 voltage or something like that. This is the RC, collector resistor. Okay, so in ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് സിംപ്ലി ഈ ബോക്സ്, consider this box, can be replaced by a NOT gate. അപ്പോൾ ഇതിനകത്ത് V in V out, V in എന്ന് പറയുന്നത് ലോജിക് 1 ലോജിക് 0 ആവാം, ദാറ്റ് മീൻസ് 0 ഓർ +5 വോൾട്ടേജ് ആവാം. V out എന്ന് പറയുന്നത് +5 വോൾട്ടേജോ ലോജിക് 0 ആവാം. അപ്പം നമുക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് +5 വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്, +5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ 0 വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ഇൻവെർട്ടർ. ദാറ്റ് ഈസ് ലോജിക് 1 കൊടുക്കുമ്പോൾ ലോജിക് 0 കിട്ടണം, ലോജിക് 0 കൊടുക്കുമ്പോൾ ലോജിക് 1 കിട്ടും. ഓക്കെ, ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ലോജിക് 1 +5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ദിസ് കളക്ടർ ആൻഡ് എമിറ്റർ ഈസ് ഷോർട്ട്. when +5 voltage as V ന് +5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനാണ്. ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ റീജിയനിലാണ് അല്ലേ. +5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ സാച്ചുറേഷൻ റീജിയനാണ്. സോ കളക്ടർ ആൻഡ് എമിറ്റർ ഈസ് ഷോർട്ട്. സോ ഇൻ ദാറ്റ് റീജിയൻ we can replace the circuit. +5 voltage RC, saturation region collector and emitter is short, and I just taken output from here. So
ജനറലി ഇത് ഷോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നതിൻ്റെ അതേ അർത്ഥം തന്നെയുള്ളൂ. കാരണം കളക്ടർ എമിറ്റർ ഷോർട്ടാണ്. സോ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുത്താൽ എങ്ങനെ കിട്ടും? 0 വോൾട്ടേജ് കിട്ടും. സോ വി ഔട്ട് വിൽ ബി 0 വോൾട്ടേജ് ഓർ ഗ്രൗണ്ട് ആയ കാരണം 0 വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഞാൻ +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന 0 വോൾട്ടേജ് ആണ്. ദാറ്റ് മീൻസ് ലോജിക് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഗോട്ട് ലോജിക് 0. ഇറ്റ്സ് ആൻ ഇൻവെർട്ടർ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ലോജിക് 0 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ലോജിക് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് വെച്ചിട്ട് സർക്യൂട്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പ്രോബ്ലത്തിൽ കാണാൻ പറ്റും. ലോജിക് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ, കട്ട് ഓഫ് റീജിയൻ. കാരണം ഫോർവേഡ് ബയാസിലായില്ല. സോ ഫോർവേഡ് അല്ല, ഇത് കട്ട് ഓഫ് റീജിയനിലായ കാരണം കളക്ടർ എമിറ്റർ തമ്മിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഐ ക്യാൻ make the circuit like this: +5 voltage, and this is RC, collector, emitter, act as an open switch, and I just take an output from here. So simply +5 voltage തന്നെയായിരിക്കും വി ഔട്ടിൽ വരിക. ഓക്കെ, കട്ട് ഓഫിലായ കാരണം. സോ ദ വി ഔട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി +5 voltage. സോ ലോജിക് 0 കൊടുത്തു കഴിഞ്ഞാൽ ലോജിക് 1 കിട്ടും. സോ സിംപ്ലി ദാറ്റ് ഈസ് വേ ദ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ക്യാൻ ബി ആക്ട് ആസ് എ സ്വിച്ച് ഓർ ആൻ ഇൻവെർട്ടർ. ഇതാണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ഇൻവെർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള കാരണം. അപ്പോൾ ലോജിക് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക് 1 കിട്ടും, ലോജിക് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കിട്ടും. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസിസ്റ്ററിനെ നമുക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ? ഐഡിയ ക്ലിയർ ആയല്ലോ? ട്രാൻസിസ്റ്ററിൻ്റെ ഐഡിയ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയാസിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്, റിവേഴ്സ് ബയാസ് ഇറ്റ് ആക്ട്സ് ആസ് എ ഓപ്പൺ സ്വിച്ച്. So this is an inverter circuit, example of inverter circuit. Let we have an OR gate. How to create an OR gate? Realize an OR gate using this diode. Just look. Here it is A. Here it is B. Or this is V out. A and B, logic 1 or logic 0. Logic 1 +5 voltage, logic 0 is 0 voltage. It's like that. Okay, so in this circuit, if A and B both are 0 0, the output is 0. Okay, so A, B, V out. If both 0, the output is 0. If 0 1 is there, 0 1, 0 and 1, 1 is +5 voltage. That means +5 voltage ആണെങ്കിൽ this diode is, this is D1, D2 act as a closed switch because ആ നോഡിലൊരു പോസിറ്റീവ് ബയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. So D2 closed switch ആയ കാരണം there will be a current flow, so you will get an output. V out is 1. When 1 0, D1 is closed switch and D2 is open. So D1, there will be a current flow, so you will get an output. When both inputs are high, that is +5 voltage, what will happen? Both diodes are forward bias, and here it's a parallel circuit, so we will get a +5 voltage here. Output is simply an OR gate. So simple OR gate using realization of OR gate using diodes. Okay, clear? Clear ആയത്? ഓക്കെ,